ഹായ്, ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ് ചീരത്തോരൻ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ഓട്സ് കഞ്ഞിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങുകാർക്കൊക്കെ ഇടവിട്ട് കഴിക്കാവുന്ന ഒരു വിഭവമാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചീരത്തോരൻ. ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. ഇതിലിപ്പോൾ ഞാൻ ഇത് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് അരിയുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ഫിംഗർ ഗ്ലൗസ് ഇട്ടിട്ട് ഒതുക്കി പിടിച്ച് ചീര കുത്തി അരിയാവുന്നതാണ് ചെറുതായിട്ട്. ഇതിൽ ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിംഗർ ഗാർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഓൺലൈനിൽ ലഭ്യമാണ്. വളരെ ചെറിയ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. കടുക് പൊട്ടിയ ശേഷം കടുകും വറ്റൽമുളകും പൊട്ടിയ ശേഷം ഒരല്പം ഒരു നുള്ള് അരിയും കൂടി ആഡ് ചെയ്യുക. അതിലേക്ക് അരിഞ്ഞു വെച്ച സവോള, പച്ചമുളക്, കറിവേപ്പില എന്നിവ ആഡ് ചെയ്ത് വഴറ്റിയ ശേഷം നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുമന്ന ചീര ആഡ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1-1.5 സ്പൂണ് ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് ആവശ്യാനുസരണം നോക്കിയിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് മൂടി വെച്ച് വേവിക്കാനായിട്ട് വെക്കുക. ഇതിലേക്ക് ഇപ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് കാണാം, ചീരയുടെ ഇലയിൽ നിന്ന് വെള്ളം ഊറി വരുന്നത് കാണാം. തീ കുറച്ച് വെച്ച് അടച്ച് വേവിച്ചാൽ മാത്രം മതി. ഓക്കെ. വെന്തതിന് ശേഷം ആണ് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മിക്സർ ജാറിൽ കുറച്ച് തേങ്ങയും 1 നുള്ള് ജീരകവും കൂടി നന്നായിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. അരച്ച അരപ്പ് ഈ തോരനിലേക്ക് ആഡ് ചെയ്ത് ഒന്നും കൂടി അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ചീരത്തോരന് അടുക്കി പിടിക്കും. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാം. നമുക്ക് കാഴ്ചശക്തിക്കും എല്ലാം വളരെ നല്ലൊരു ഇതാണ് ചീര. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു.